പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ 75ാം വാർഷികം ഡിസംബർ 18-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അലൂമിനി അസോസിയേഷനുകളുമായി ചേർന്ന കോളേജ് വികസന പദ്ധതികൾക്ക് രൂപം നൽകുമെന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അൻവറുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് മദ്രാസ് പ്രവിശ്യയായിരിക്കെ 1866-ൽ റേറ്റ് വിദ്യാലയമായി ആരംഭിച്ച് 1950-ലാണ് വിക്ടോറിയ കോളേജായി മാറിയത്. 1951-ലാണ് സയൻസ് ബ്ലോക്ക് ആരംഭിച്ചത്. നിലവിൽ BSc, MSc, ഗവേഷണം തുടങ്ങിയ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സുവോളജി ബ്ലോക്കിന്റെയും വിദ്യാർത്ഥികളുടെയും വികസനത്തിനായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ അൻവറുദ്ദീൻ പറഞ്ഞു. കോളേജ് 1866-ൽ ഒരു റേറ്റ് വിദ്യാലയം, റേറ്റ് സ്കൂൾ എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് ഹൈസ്കൂളായും കോളേജായും മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ സുവോളജിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 1950 ജൂലൈ മാസത്തിലാണ് വിക്ടോറിയ കോളേജിൽ സുവോളജി ഒരു പ്രധാന വിഷയമായിട്ട് ബിരുദ കോഴ്സ് BSc സുവോളജി ആരംഭിച്ചത്. അതിൻ്റെ 75ാം വാർഷികം പ്ലാറ്റിനം ജൂബിലിയാണ് ഞങ്ങൾ ഈ വർഷം ആഘോഷിക്കുന്നത്. ഈ വർഷം തുടങ്ങി അടുത്ത വർഷം വരെ നീളുന്ന ഒരു ആഘോഷം ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ 50-ൽ വിക്ടോറിയ കോളേജിൽ BSc സുവോളജി ആരംഭിച്ചു. 51-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന PS കുമാരസ്വാമി രാജ സയൻസ് ബ്ലോക്കിൻ്റെ മുമ്പ് പഠിച്ചവർക്കെന്നറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ സുവോളജി, ബോട്ടണിയൊക്കെ ഒരു ബ്ലോക്കിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് സുവോളജി അവിടെ നിന്ന് ഭാഗം പിരിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് പോയി ഒരു വേറെ ബ്ലോക്കായി. ഞാനൊക്കെ പഴയ ബ്ലോക്കിൽ പഠിച്ച ആളാണ്. 58-ലാണ് വിക്ടോറിയ കോളേജിൽ സുവോളജി MSc സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അത് തന്നെയുണ്ട്. സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ, നിലവിലെ സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ KA റഷീദ്, പ്രേമചന്ദ്രൻ, ബിന്ദു പ്രതാപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.